അതിരപ്പള്ളിയിൽ കണ്ടെത്തിയ മസ്തകത്തിൽ മുറിവേറ്റ ആന ജനവാസ മേഖലയായ ഏഴാറ്റുമുഖത്ത് നിന്ന് പിൻവാങ്ങി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17-ലാണ് ഇപ്പോൾ ആനയെ കണ്ടത്. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24-ന്. ഇന്നും ആന വന്ന് നമ്മുടെ ക്യാമറയിൽ കയറി. വല്ലാതെ ആന മെലിഞ്ഞു പോയോ എന്ന് സംശയം. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ട്. സൂരജ് സജി നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. സൂരജ്, ആനയുടെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു. എന്താണ് വിവരം? ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ഈ ആനയുടെ ആരോഗ്യാവസ്ഥയിൽ ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഓരോ ദിവസമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും ഈ ആനയുടെ ശരീരം വല്ലാതെ ശോഷിച്ചു പോകുന്നുണ്ട്. ഇന്നലെ ജനവാസ മേഖലയിലായിരുന്നു ഈ കാട്ടാന ഉണ്ടായിരുന്നത്. പിന്നീട് ഉച്ചയോടുകൂടി ഈ ചാലക്കുടി പുഴയുടെ തുരുത്തിലേക്ക് മാറി. വൈകുന്നേരത്തോടുകൂടി ഈ ആനയെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്ന് ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഈ ആന എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ജനവാസ മേഖലയിലായതോടുകൂടി വലിയ ആശങ്ക ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ടായിരുന്നു. കാരണം ആന ഈ മുറിവിലെ വേദന ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പരിഭ്രാന്തിപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ പ്രദേശവാസികളെല്ലാം സംബന്ധിച്ച് ഈ ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആന ഇപ്പോൾ ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കാലടി പ്ലാന്റേഷന്റെ 17-ാം ബ്ലോക്കിലാണ് ആനയുള്ളത്. ഇപ്പോൾ അതിൻ്റെ പുതിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ആനയെ ഈ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കുന്നതിനുള്ള ദൗത്യം നാളെയോടുകൂടി ആരംഭിക്കും. ഈ നിലവിൽ ഇന്നലെ വിക്രം എന്ന കുങ്കിയാനയെ അതിരപ്പള്ളിയിൽ എത്തിച്ചിരുന്നു. ബാക്കി 2 കുങ്കിയാനകളെ അല്പസമയത്തിനകം അതിരപ്പള്ളിയിൽ എത്തിക്കും. കുഞ്ചു, അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രൻ എന്നീ 2 കുങ്കിയാനകളെ കൂടിയാണ് അതിരപ്പള്ളിയിൽ എത്തിക്കുക. 9 മണിയോടുകൂടി ആനകളെ അതിരപ്പള്ളിയിൽ എത്തിക്കും. നാളെ തന്നെ ദൗത്യം തുടങ്ങാനുള്ള ഒരു നീക്കത്തിലാണ് വനംവകുപ്പുള്ളത്. ഓക്കെ, താങ്ക് യു സൂര്യസജി.